Hello viewers, namaste, welcome back to my new video. In the video, in the video കാണിക്കുന്ന വിൻട്രയുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഓപ്ഷൻ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രയുടെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത് ലൈവിൽ. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണം, പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. നമ്മുടെ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ ഡയറക്റ്റ് വരാവുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ കോൾ ഓപ്ഷൻ 55,000 ആണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ്റെ ഇതുപോലെ സെപ്പറേറ്റ് ചാർട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ കൂടെ തന്നെ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് ലെവലിൽ ബൈ എടുക്കണം, അത് എക്സിറ്റ് അപ്പോൾ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് എത്ര കൊടുക്കണം എന്നൊക്കെ അതേ ചാർട്ടിൽ തന്നെ കാണിച്ചു തരുവേ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണ് റൺ ചെയ്യുന്നത്. 441 ഇപ്പോൾ ഇതിൻ്റെ പ്രീമിയം പ്രൈസ്. ഇത് നമുക്ക് ഓൾറെഡി ഒരു ബൈ വന്ന് കിടപ്പുണ്ട്. ഗ്രീൻ കളറിൽ അപ്പാരമാണ് നമുക്ക് സോഫ്റ്റ് തരുന്ന ബൈഡ് ഇൻഡിക്കേഷൻ. ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അലേർട്ട് മെസ്സേജ് വരെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മേളത്തെ ഡാഷ്ബോർഡിൽ കാണിക്കുന്നുണ്ടോ. അതായത് ഈ ഒരു ബൈ വന്നിരിക്കുന്ന റേറ്റ് സോഫ്റ്റ് തന്ന റേറ്റ്, അതായത് സോഫ്റ്റ് ആണ് നമുക്ക് കാണിച്ചു തരും. 427.35 നമുക്ക് സോഫ്റ്റ് ട്രേഡ് തന്നത്. അപ്പം നമ്മൾ ആ ട്രേഡ് സിഗ്നൽ വരുമ്പം ജസ്റ്റ് അതൊന്ന് കൺഫേം ആയി നോക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബൈസിക്കിളാണ് വരുന്നതെങ്കിൽ ഈ ആരോ വന്ന ശേഷം ഈ ബാർ കണ്ടോ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് കണ്ടോ, ആ സോണ് പ്രൈസ് ഇൻ ബൈ സോൺ എഴുതി കാണിക്കട്ടെ. ഇതൊക്കെ സോഫ്റ്റ് അവിടെ കാണിച്ചു തന്നോളൂ. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഈ രണ്ട് കൺഫർമേഷൻ പാർട്ട് ഓക്കെ ആണോ, ദാറ്റ് മീൻസ് ആ സിഗ്നൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ. നിങ്ങൾ ഏത് ബ്രോക്കറാണ് ഇപ്പം യൂസ് ചെയ്യുന്ന അതിൽ തന്നെ നിങ്ങൾ ട്രേഡ് വെച്ചാൽ മതി. ഇത് 427.35 എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റ് റേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡിംഗ് ടെർമിനലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ചെറിയ റേറ്റും ചിലപ്പോൾ മേളിൽ അതിൻ്റെ താഴത്തെ റേറ്റ് കിട്ടും. അതിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. താഴത്തോട്ട് പോയിങ്കിൽ 448, 465, 482 ഇങ്ങനെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ മാറുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്ത ശേഷം നമുക്ക് പ്രോഫിറ്റ് തോന്നുന്ന ആ ഒരു ലെവലിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്കൊരു വിധം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ റിസ്ക് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഏത് പ്രീമിയം വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. അവിടെ ഇത്തരത്തിലൊരു സിഗ്നലും കൺഫർമേഷൻ മാത്രം വന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.